നമ്മുടെ സ്വന്തം ലൂഫിയുടെ റിയൽ ഗിയർ 5 അല്ല അവൻ്റെ ഒരു അവൈക്കൻ അല്ല അവൻ്റെ ഒരു മോസ്റ്റ് ഫോം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജോയ്ബ് ആവേണ്ട ഫോം അതല്ല എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളാരെയും അംഗീകരിക്കുക. സോ അതിനെക്കുറിച്ചാണ് വെച്ചാൽ നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ലൂഫിയുടെ റിയൽ ഗിയർ 5 ആണ് അവൻ്റെ ആ ഒരു ലാസ്റ്റ് ഫോം എന്നാണ് നമ്മുടെ ഫാൻസ് പകുതി വിശ്വസിച്ചാണ്. ബട്ട് ഗൈസ് നമ്മുടെ ആ ഒരു എൽഡേഴ്സിന് റിയൽ ഫൈറ്റ് ചെയ്യാൻ ആ ഒരു സമയത്ത് റിയൽ ഒരിക്കലും നമ്മുടെ ലൂഫി അല്ല ഡൊമിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഇമ്മ്യൂനെ റിയൽ തോപ്പിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനിലേക്കൊന്നും ലൂഫി വന്നിട്ടില്ല എന്നാണ് നമുക്ക് ആ ഒരു ഫൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനെന്താണ് റീസണാണ് നമ്മളിത് പറയാൻ വേണ്ടി പോകുന്നത്. സോ അത് എത്തിച്ചേരുന്ന നമ്മുടെ ആ ലൂഫിയുടെ അല്ലെങ്കിൽ നമ്മുടെ ജോയ്ബോയുടെ അല്ലെങ്കിൽ നിക്കയുടെ ആ ഒരു ഫോട്ടോയിലേക്കാണ് നമുക്ക് എത്തി. അതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കൃത്യം നോക്കാം നമുക്കറിയാം അതിൻ്റെ ഒരു 2 സോഡ് അതിൻ്റെ ഉള്ള സംതിങ് സ്പിയർ ലൈക്ക് അല്ലെങ്കിൽ സോഡിലേക്ക് ഒരു സോഡും അത് മാത്രം സംതിങ് എൻ്റെ ഒരു ഷീൽഡും അങ്ങനെയുള്ള സ്പിയർ ലൈക്ക് ഒരു സോഡും വീട് നിക്കയുടെ ആ ഒരു ഫോട്ടോകൾ നമ്മൾ സീരീസിൽ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ ഫാൻസിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക ഈ ഒരു ഗിയർ 5 എന്നൊരു ഫോമിലേക്ക് നമ്മുടെ ലൂഫി എത്തി. അത് മാത്രമല്ല ഗൈസ് അതിൻ്റെ കൂടെ നമുക്കൊരു സോഡ് അല്ലെങ്കിൽ ആ ഒരു എൻഷ്യൻ വെപ്പണോട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വെപ്പൺസ് ആണെങ്കിലും വൺ പീസിൽ ഒരു ഹാക്കിൽ ശേഷം കഴിഞ്ഞാൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് തിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇവൻ നമ്മുടെ MA ആയാലും നമ്മുടെ സോറ മറ്റ് വെപ്പൺസൊക്കെ നമുക്ക് കണ്ടാൽ വളരെ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ആയിരിക്കും. അപ്പം വൺ പീസ് എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു സോഡാണ് വൺ പീസ് എന്നാൽ അതും നമുക്ക് ഡൗട്ട്. ബിക്കോസ് നമ്മുടെ ആ ഓട എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ഓടയെന്ന് കണ്ടപ്പോൾ ഇവൻ നമ്മൾ ചിലപ്പോൾ ഈ സോഡാവാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ബട്ട് ഗൈസ് നമ്മുടെ ആ ഒരു ജോയ്ബ് റീബർത്ത് എടുക്കാതെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ആരും അംഗീകരിക്കാത്ത രീതിയിലേക്ക് ആ ഒരു സോഡ് വെച്ചിരിക്കുമായിരിക്കും. സോ അപ്പോൾ നമ്മുടെ ലൂഫി റിയൽ ജോയ്ബ് ആയി കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു നമ്മുടെ ഇതിൽ റോജർ പറഞ്ഞ ആ സമയത്ത് ഞാൻ ജോയ്ബയുടെ സമയത്ത് ജനിച്ചിരുന്ന എന്നൊക്കെ ഇതിൽ ജോയ്ബ് അല്ലെങ്കിൽ നമ്മുടെ റോജർ സമയത്ത് അപ്പോൾ നമ്മുടെ നിക്കാണ് നമ്മുടെ ജോയ്ബ് വീണ്ടും നമ്മൾ ജനിച്ചിരിക്കുന്നു. അപ്പം എന്താ പറയുക നമുക്ക് ഇനി ആ ഒരു വൺ പീസ് കണ്ടുപിടിക്കേണ്ട ആവശ്യം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഗൈസ്.